നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആട്ടോ. ശരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റിൽ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കിലോയിൽ കൂടുതലുണ്ട് കേട്ടോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തേക്കണം. കാരണം അതാകുമ്പോൾ അത്യാവശ്യത്തിന് എരിവും ഉണ്ടാവും, പിന്നെ നല്ല റെഡിഷ് കളറും കിട്ടും. അപ്പോൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.25 ടീസ്പൂണോളമൊക്കെ ചേർത്താൽ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് സോസിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. പിന്നെ ഞാനിതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നാരങ്ങ നമ്മളുടെ ചിക്കനൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ആ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. അല്ല നിങ്ങൾക്ക് അല്പം തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി. കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നമ്മളുടെ ആ മസാലയൊക്കെ പെട്ടെന്ന് ആ ചിക്കനിലേക്കൊക്കെ പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ, പുറത്താണെങ്കിൽ ഒരു 1.5 മണിക്കൂറോളം വെക്കേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ വെച്ച് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളമൊക്കെ ഒഴിച്ചാൽ മാത്രം മതി, ഒരുപാടൊന്നും ഒഴിക്കണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ കംപ്ലീറ്റ് ചിക്കനും ഇതിലേക്ക് മാറ്റാണ്. കാരണം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ തന്നെ പ്രസ് ചെയ്യണേ. അതുപോലെ ഇനി അഥവാ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. അപ്പോൾ നമ്മൾ സോസൊക്കെ ഒഴിച്ചേക്കണതുകൊണ്ടാണ് ആ ഒരു ശരിക്കുള്ള ആ ബ്രൗൺ കളർ ഇതിൽ വന്നേക്കണത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തേക്കാം. 1/4 വേവ് ആവുന്നവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്വിസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്യാം. 1/4 വേവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സവാള ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും മുഴുവനായിട്ട് ഇട്ടില്ല കേട്ടോ, ഒരു 1/4 ഭാഗത്തോളം ഇട്ടിട്ടുള്ളൂ. സവാള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് അധികം കനമൊന്നും കുറയ്ക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ സവാള അരിഞ്ഞ പോലെ തന്നെ നീളത്തിൽ അധികം കനമൊന്നും കുറക്കാതെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ ആ ചിക്കൻ ഒക്കെ ഫ്രൈ ചെയ്ത് ആ ഓയിലിൽ കിടന്നിട്ട് ആ സവാളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് കിട്ടണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും ആ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കനും ഫുള്ളായിട്ട് കുക്കായി കിട്ടും. ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ചിക്കനിലേക്കൊക്കെ പിടിക്കുകയും ചെയ്യും. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, നല്ല ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരിക്കും. ഈ ഒരു ചിക്കൻ ഫ്രൈ നമ്മളുടെ വീട്ടിൽ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഒട്ടും ട്രൈ ചെയ്യാതെ പോവുകയും ചെയ്യരുത്. നിങ്ങൾ ചിക്കൻ മേടിക്കുമ്പോൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.